ഹേ ഗൈസ്, അപ്പോൾ ഇന്നൊരു സ്റ്റഡി വ്ളോഗാണ്. കുറച്ചധികം ദിവസമായി ഞാൻ വീഡിയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട് ഒരു വീഡിയോസും ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യാറില്ല. ലോങ് വീഡിയോസായിട്ട് ഷോർട്സ് ഞാൻ ഡെയിലി അല്ലെങ്കിൽ ഒരു 2 ദിവസം കൂടുമ്പോഴോ 1 ദിവസം കൂടുമ്പോഴോ ഒക്കെ ഷോർട്സ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. പക്ഷേ ലോങ് വീഡിയോ ഞാൻ വെച്ചിട്ട് കുറേ ആയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി എടുത്ത് വെച്ചേക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇതങ്ങനെ ഇട്ടേക്ക് അത് അപ്ലോഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്കൂളിലാണെങ്കിൽ ഇപ്പോൾ വൈവ, പ്രാക്ടിക്കൽ അങ്ങനെ കുറേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്കൗണ്ടൻസിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ. പക്ഷേ മാഡം ഇപ്പോൾ ഞങ്ങളോട് വന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ ടെസ്റ്റ് ഇടാൻ പോവാണ്, ടെസ്റ്റിൻ്റെ മാർക്കാണ് ഇൻറ്റേർണൽസിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണ് ഇൻറ്റേർണൽസ് ഞങ്ങൾ സെറ്റാക്കാൻ പോകുന്നത്. അല്ലാണ്ട് പ്രൊജക്റ്റ് ഒന്നും തരുന്നില്ല. അതൊക്കെ ഒരു ടൈം വേസ്റ്റ് ആയിട്ടാണ് മാഡം പറഞ്ഞത്. പിന്നെ അത് കറക്റ്റുമാണ്. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ കുറച്ച് ടെസ്റ്റൊക്കെ ഇടും, അതിനകത്തുനിന്ന് മാർക്ക് എടുത്തിട്ട് അതിനകത്ത് എല്ലാത്തിൻ്റെയും മാർക്കൊക്കെ എടുത്തിട്ടാണ് ഞങ്ങളുടെ ഇൻറ്റേർണൽസിന് മാർക്ക് ആഡ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെയാണ് മാഡം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് അക്കൗണ്ടൻസി ഇട്ടത്. ബാക്കി എല്ലാത്തിൻ്റെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അക്കൗണ്ടൻസിയുടേത് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ എൻ്റെ IPയുടെ പ്രാക്ടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടി ഞാൻ കുറേ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാനും അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമേ റെക്കോർഡ് ചെയ്തപ്പോഴേക്കും കുറേ എണ്ണം തെറ്റിപ്പോയി. അങ്ങനെ അതെല്ലാം ഞാൻ കുറേ പേജ് കീറിക്കളഞ്ഞു, അല്ലാണ്ട് ഒട്ടിച്ച് വെച്ചു. അങ്ങനെ കുറേ സമയം എൻ്റെ പോയി. പിന്നെ വീണ്ടും കുറേ ഇരുന്ന് എഴുതി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് പഠിക്കാനുണ്ടായിരുന്നു. പിന്നെ പ്രാക്ടിക്കലിൻ്റെ ദിവസമാണെങ്കിൽ ഇൻഡെക്സ് ഒന്നും കംപ്ലീറ്റ് ആക്കാണ്ടാണ് ഞാൻ ബുക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മാഡം പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വീണ്ടും പോയിട്ട് ഇൻഡെക്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അന്നത്തെ ദിവസം തന്നെ വൈവ ഉണ്ടായിരുന്നു. പക്ഷേ വൈവ ഉള്ള കാര്യം പോലും എനിക്കറിയാൻ പാടില്ലായിരുന്നു. എന്തൊക്കെയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈവയിൽ. പിന്നെ എൻ്റെ റെക്കോർഡ് കംപ്ലീറ്റ് ആണ്. പിന്നെ പൈത്തണിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രാക്ടിക്കൽസിൽ MySQL ആണ് എൻ്റെ പോയിട്ടുണ്ടായിരുന്നത്. ബാക്കിയൊക്കെ സെറ്റാണ്. അപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട് അത്യാവശ്യം നല്ല മാർക്ക് പ്രാക്ടിക്കൽസിന് കിട്ടുമെന്ന്. 30 മാർക്കാണ് പ്രാക്ടിക്കൽസിന്, 50 മാർക്ക് ഞങ്ങൾക്ക് റിട്ടേൺ എക്സാം ഉണ്ട്, പിന്നെ 20 മാർക്സ് ഇൻറ്റേർണൽസ്. അങ്ങനെയാണ് ഞങ്ങളുടെ IPയിൽ വരുന്നത്. ബാക്കി എല്ലാത്തിനും 80 മാർക്ക് എഴുതിയെടുക്കുക, 20 മാർക്ക് ഇൻറ്റേർണൽസ്. അങ്ങനെയാണ്. പിന്നെ ഞാൻ IP ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിനുശേഷം ഞാൻ എക്കണോമിക്സ് ഒരു ലെക്ചർ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ചാപ്റ്ററിൻ്റെ. അപ്പോൾ അത് തന്നെ ടെക്സ്റ്റ് ബുക്കിലൊന്ന് റിവൈസ് ചെയ്യാണ്. ടെക്സ്റ്റ് ബുക്ക് ഞാൻ ആണ്ടിനും കൊല്ലത്തിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. കാരണം ഒട്ടും ഞാൻ ഉപയോഗിക്കാത്തൊരു സംഭവമാണ് ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ ടെക്സ്റ്റിൽ നിന്ന് റെഫർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ടൊക്കെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫൈനൽ എക്സാമിന് അധികം ദിവസമൊന്നുമില്ല, 1 മാസം തികച്ചു പോലുമില്ല. അപ്പോൾ എത്രത്തോളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പ്രത്യേകിച്ച് എക്കണോമിക്സിലാണെങ്കിൽ ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. അപ്പോൾ ലാസ്റ്റ് എങ്ങനെ ആകുമെന്നൊന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പോർഷൻ തീർന്നിട്ട് ഇരുന്നാൽ മതിയെന്നേ ഉള്ളൂ. എനിക്ക് അത് അത്യാവശ്യം കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ നല്ല പേടിയുണ്ട് ഫൈനൽ എക്സാമിന്. അക്കൗണ്ടൻസിയിൽ പേടിയുണ്ട്, ഇതിൽ പേടിയുണ്ട്. മൊത്തത്തിൽ ഒരു വല്ലാത്ത ഇതിലിരിക്കുകയാണ്. ബിസിനസ്സിനും പേടിയുണ്ട്. എനിക്ക് ആകെ ടെൻഷനിലാണ് ഇരിക്കുന്നത് IPക്ക് മാത്രമാണ്. കാരണം IP എനിക്ക് ചെയ്ത രീതിയിൽ പ്രാക്ടീസ് ആയതുകൊണ്ട് തന്നെ IPക്ക് നല്ല മാർക്ക് കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇതൊന്നും എനിക്കൊരു പിടുത്തമില്ല. പിന്നെ നമ്മളെ ഫെയിൽ ചെയ്യിപ്പിക്കുമെന്നാണല്ലോ പറയുന്നത്. +1 മര്യാദയ്ക്ക് എക്സാം എഴുതില്ലെങ്കിൽ ഉറപ്പായിട്ടും ഫെയിൽ ചെയ്യിപ്പിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു ടെൻഷനുണ്ട്. ഫെയിൽ ആവില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ എനിക്ക് അത്യാവശ്യം മാർക്ക് മേടിക്കണമെന്നുണ്ട്. +1 ഓഫ് കോഴ്സ് ടഫായിരിക്കും. അപ്പോൾ അതിൻ്റേതായുള്ള നല്ല പേടിയും ടെൻഷനും പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പഠിക്കാനിരിക്കുമ്പോൾ അതൊക്കെ ഞാൻ മറക്കും. എനിക്ക് പഠിക്കാനിരിക്കുമ്പോൾ ഭയങ്കര ഉറക്കം വരലാണ് ഈയിടെയായിട്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഇപ്പോൾ ഭാരപ്പെട്ട പണികളൊന്നും ഞാൻ ചെയ്യുന്നില്ല, പക്ഷേ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉറക്കം തോന്നിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ പോയിട്ട് മുഖം കഴുകാനായിട്ട് തിരിച്ചു വരും. എന്നാലും എൻ്റെ ആ ഒരു ഉറക്കപ്പിച്ചിൻ്റെ ആ ഒരു ഇതൊന്നും മാറുന്നില്ല. അപ്പോൾ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം ഞാനൊരു ദിവസം പഠിക്കാൻ നോക്കാറുണ്ട്, ഡെയിലി പഠിക്കാൻ നോക്കാറുണ്ട്. കുറച്ച് നേരത്തേക്ക് ആണെങ്കിൽ പോലും ഒരു 30 മിനിറ്റോ 45 മിനിറ്റോ അല്ലെങ്കിൽ 1 മണിക്കൂറോ അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കാനായിട്ട് നോക്കുന്നുണ്ട് എല്ലാ ദിവസവും. അപ്പോൾ ഒരു കൺസിസ്റ്റൻസി നമുക്കത് അവിടെ കിട്ടുമല്ലോ. അതൊക്കെ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചേക്കാം, ആ ഒരു സംഭവം വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡെയിലി ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ സ്കൂൾ +1 സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ടേ ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ് ഡെയിലി പഠിക്കണമെന്ന്. അപ്പോൾ ആ സമയം തൊട്ടേ അത് വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ഓൾറെഡി അറിയാം. എൻ്റെ ബാക്ക്ലോഗ്സ് ആണ്. എനിക്ക് അധികം ചാപ്റ്റേഴ്സ് വരാത്തതിൻ്റെ മെയിൻ കാരണം ഞാൻ ഡെയിലി എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ച് വിടുന്നത് കൊണ്ടാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ സ്കൂൾ എന്തായാലും അടയ്ക്കും. 10th എക്സാം തുടങ്ങുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ അടയ്ക്കും. 10th 12th ബോർഡ് എക്സാം തുടങ്ങുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ അടയ്ക്കും. കാരണം CBSE എക്സാമിനേഷൻ ഞങ്ങളുടെ സ്കൂളിൽ നടക്കുന്നുണ്ട്. എൻ്റെ ക്ലാസ്സിലൊക്കെ CCTV ക്യാമറയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ക്ലാസ്സിലായിരിക്കും എക്സാമൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സാം നടക്കുന്ന സമയത്ത് സ്കൂളിൽ ആരും ഉണ്ടാവാൻ പാടില്ലെന്നൊക്കെയാണല്ലോ, വേറെ സ്റ്റുഡൻസ് ഒന്നും കാണാൻ പാടില്ലെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്കൊന്നും ക്ലാസ് ഉണ്ടാവില്ല. ഞാൻ 10th എക്സാം എഴുതാൻ പോയ സമയത്തും ആ സ്കൂളിൽ വേറെ പിള്ളേരൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആരും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും അവധിയായിരിക്കും. അപ്പോൾ ഏതായാലും അത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.